2024 മലയാള സിനിമയ്ക്ക് ഗംഭീര വർഷമായിരുന്നു എന്ന് പറഞ്ഞാൽ ആർക്കും മറുത്തൊരു അഭിപ്രായം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ആട്ടത്തിൽ തുടങ്ങി സൂക്ഷ്മദർശിനി വരെ എത്തി നിൽക്കുകയാണ് മലയാള സിനിമ. മലയാളത്തിലെ ആദ്യ 200 കോടി ചിത്രമായ മഞ്ഞുമ്മൽ സംഭവിച്ചതും ഈ വർഷം തന്നെയായിരുന്നു. എന്നാൽ ഇരട്ടി മധുരമായത് ഒരു 50 കോടി ക്ലബിൽ ഇടം നേടിയ സിനിമയാണ്. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് സൂക്ഷ്മദർശിനിയെ കുറിച്ച് തന്നെയാണ്. നസ്രിയ ബേസിൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രം ആഗോളതലത്തിൽ 50 കോടി നേടിയിരിക്കുകയാണ്. വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളും അന്യഭാഷാ ചിത്രങ്ങളും എല്ലാം വന്നെങ്കിലും സൂക്ഷ്മദർശിനി പിന്നോട്ട് പോയില്ല. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. മലയാളത്തിൽ ആദ്യമായാണ് സ്ത്രീ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ചിത്രം 50 കോടി ക്ലബിൽ ഇടം നേടുന്നത്. അത് ആഘോഷിക്കേണ്ട കാര്യം തന്നെയാണ്. സിനിമ എന്നത് കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമാണ്. എങ്കിലും ഈ ക്രെഡിറ്റ് നമുക്ക് നസ്രിയയ്ക്ക് തന്നെ കൊടുക്കണം. കാരണം ഇത് നസ്രിയയുടെ സിനിമയാണ്, പ്രിയദർശിനിയുടെ സൂക്ഷ്മദർശിനി. ബേസിലിനും സംവിധായകൻ MC ജിതിനും കൂടെ അഭിനയിച്ച മറ്റുള്ളവർക്കുമെല്ലാം അതിൽ പങ്കുണ്ട്. അതിവിടെ ആരും നിഷേധിക്കുന്നില്ല. പക്ഷേ ഇത് നസ്രിയയുടെ വിജയമായി കാണേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണെന്നല്ലേ, 2024 ഹിറ്റായ സിനിമകളാണ് ആവേശം, മഞ്ഞുമ്മൽ ബോയ്സ്, പ്രേമലു, ബ്രഹ്മയുഗം എന്നിവ. ഇതിലൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായത് പുരുഷന്മാരായിരുന്നു. സ്ത്രീകൾ എവിടെ എന്ന തരത്തിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു ഇത്തരം സിനിമകൾ. എന്നാൽ 2024 അവസാനിക്കുമ്പോൾ സീൻ മാറിയിരിക്കുകയാണ്. തിരിച്ചുവരവിൽ അർദ്ധ സെഞ്ചുറി നേടിയിരിക്കുകയാണ് നസ്രിയ. നസ്രിയയുടെ സിനിമ 50 കോടി ക്ലബിൽ ഇടം നേടി എന്ന് പറയുമ്പോൾ അത് മലയാളി പ്രേക്ഷകരുടെ മാറുന്ന ആസ്വാദന രീതിയെ കൂടിയാണ് കാണിക്കുന്നത്. നല്ല കണ്ടന്റ് ആണെങ്കിൽ എന്നും മലയാളികൾ സിനിമയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും സ്ത്രീ കേന്ദ്രീകൃത സിനിമകളായ ആട്ടത്തിനും ഉള്ളൊഴുക്കിനും മികച്ച പ്രതികരണങ്ങൾ ലഭിച്ചെങ്കിലും ബോക്സ് ഓഫീസിൽ വിജയമാകാൻ സാധിച്ചിരുന്നില്ല. ഇവിടെ മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസയ്ക്കൊപ്പം തന്നെ ബോക്സ് ഓഫീസിലും വൻ വിജയം കാഴ്ചവെച്ചിരിക്കുകയാണ് സൂക്ഷ്മദർശിനി. പ്രിയദർശിനി അമാനുഷികയൊന്നുമല്ല, നമ്മൾ എല്ലാവർക്കും അറിയുന്ന ഒരു സാധാരണ വീട്ടമ്മയാണ്. എന്നാൽ അവരിലെ ഷെർലക് ഹോംസ് ഉണരുമ്പോൾ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് സിനിമയിൽ ഉടനീളം പറഞ്ഞു വെക്കുന്നത്. മലയാള സിനിമയ്ക്ക് എന്നും അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണ് കുറച്ചു വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. പാൻ ഇന്ത്യൻ തലത്തിൽ ചർച്ചയായതു മുതൽ ബോക്സ് ഓഫീസ് വിജയങ്ങൾ വരെ നീണ്ടു നിൽക്കുന്നു ആ നിമിഷങ്ങൾ. അതിൽ നസ്രിയയുടെ സൂക്ഷ്മദർശിനിക്കും പങ്കുണ്ടെന്നതിൽ മലയാള സിനിമയെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ്. ഇന്ത്യൻ സിനിമയിൽ ഇതാദ്യമായല്ല സ്ത്രീകൾ പ്രധാന കഥാപാത്രമായ ചിത്രം ബോക്സ് ഓഫീസിൽ വിജയമാകുന്നത്. ബോളിവുഡിലെല്ലാം ഇത് സർവ്വസാധാരണമാണ്. നമ്മൾ കാത്തിരിക്കേണ്ടതും അങ്ങനെ ഒരു മാറ്റം ഇവിടെ മലയാള സിനിമയിൽ വരാനാണ്. സ്ത്രീകൾ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന നിരവധി വ്യത്യസ്ത സിനിമകൾ മലയാളത്തിൽ കാലങ്ങളായി ഉണ്ടായിട്ടുണ്ട്. അതിനെ കൂടി വിജയമാക്കേണ്ടത് പ്രേക്ഷകർ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വമാണ്. പിന്നെ സൂക്ഷ്മദർശിനി ഇപ്പോഴും തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ്. ബോക്സ് ഓഫീസിൽ ഇനിയും കുതിച്ചുവരാൻ സൂക്ഷ്മദർശിനിക്ക് അവസരം ബാക്കിയാണെന്ന് മറക്കേണ്ട.